ആശാവർക്കർമാരുടെ സമരം ഇന്ന് 50ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ചാണ് പ്രതിഷേധം. 3ാം ഘട്ട സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ഈ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അതേസമയം ആശമാരുടെ നിരാഹാര സമരം 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയുമാണ്. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ. 50 ദിവസമായി ആശമാർ മഴയും വെയിലും എല്ലാം സഹിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം വലിയ പ്രതീക്ഷയൊന്നും നൽകുന്നതായി നമ്മൾ ഈ ദിവസങ്ങളിലൊന്നും കാണുന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇന്ന് മുടിമുറിച്ച് പ്രതിഷേധിക്കുമ്പോഴെങ്കിലും മനസ്സലിയും എന്നാണോ അവർ കരുതുന്നത് റോഷിപാൽ? സുജയപാർവതി, 50 ദിവസത്തിലേക്ക് ആശാപ്രവർത്തകരുടെ സമരം എത്തുന്നു. നിരാഹാര സത്യാഗ്രഹം 12ാം ദിനമാണ്. സർക്കാർ ഒരു തരത്തിലും അനുനയ നീക്കം നടത്തുന്നില്ല എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിന്റെ ഒരു സ്വഭാവം വീണ്ടും മാറ്റാൻ ആശാപ്രവർത്തകർ തീരുമാനിച്ചത്. ഇന്ന് മുടിമുറിച്ചുള്ള പ്രതിഷേധമാണ്. കൂടുതൽ സ്വയം പീഡന സമരത്തിലേക്ക് ആശാപ്രവർത്തകർ കടക്കുന്നതിന്റെ ഒരു സൂചന കൂടിയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. ഇതിൽ 10 മണിക്കാണ് ഈ മുടിമുറിച്ചുള്ള പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചത്. 10 മണിക്ക് മുൻ BJP സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച നേതാക്കൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നു വീണ്ടും ഒരു ചർച്ച അല്ലെങ്കിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അത്തരത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആശാപ്രവർത്തകർ എത്തുന്നത്. സംഘടന നേരത്തെ ഈ നിരാഹാര സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച സംഘടനയുടെ നേതാവ് ബിന്ദു, എങ്ങനെ ഇപ്പോൾ സമരം മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ്? ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണ്? തീരുമാനത്തിന് പിന്നിൽ സർക്കാർ ഈ സമരത്തോട് കാണിക്കുന്ന സമീപനം കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഘട്ടത്തിലേക്ക് കടന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ നിരാഹാര സമരം ഇന്ന് 12ാം ദിവസമാണ്. സ്ത്രീകൾ തൊഴിലവകാശത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഇതുപോലെ ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതുപോലെ നിരാഹാര സമരം അടക്കമുള്ള സമരമാർഗങ്ങൾ കൈക്കൊണ്ടിട്ട് കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം സെറ്റിലായത്. മറിച്ച് അവർ പറയുന്നത് സമരക്കാർക്ക് രാഷ്ട്രീയമുണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്നതിൽ ഈ സമരത്തിൽ പങ്കാളികളായിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരാണ്. ഇടതുപക്ഷ കുടുംബങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ് ഇവർ മനസ്സിലാകാത്തത്? അല്ലെങ്കിൽ പണിയെടുക്കുന്നവന് ഈ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ആ രാഷ്ട്രീയം ഇവിടെ സർക്കാരിനെ അട്ടിമറിക്കാനോ ഇവർ പറയുന്ന തരത്തിലുള്ള സങ്കുചിതമായ രാഷ്ട്രീയമേ അല്ല. അത്തരം ഒരു രാഷ്ട്രീയം. ഇന്ന് എത്ര പേരാണ് മുടിമുറിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്? നമ്മൾക്കിപ്പം നിലവിൽ കിട്ടിയിരിക്കുന്ന തയ്യാറായി വന്നിരിക്കുന്ന ഒരു 100 ആളുകളുണ്ട്. ബാക്കി ഇനി വരും. കാരണം എല്ലാവരും മുടിമുറിക്കാൻ തയ്യാറാണ്. ഇതൊരു ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത് പോലെ തന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതെന്തെങ്കിലും സങ്കുചിതമായ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. ഇതിന്ന് ഞങ്ങൾ തുടങ്ങിവെച്ച സമരം ഇതിന്ന് ആശാവർക്കർമാരുടെ സമരമാണോ? ഒരു സാമൂഹ്യ മുന്നേറ്റമായിട്ട് ഈ ആശാവർക്കർമാരുടെ സമരം മാറി. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ദീർഘകാലമായിട്ട് ഇവിടെ തൊഴിലാളി സമരങ്ങളില്ല, മുന്നേറ്റങ്ങളില്ല, ഇതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങളില്ല. അത്തരം ഒരു സമരം ഉണ്ടായി വന്നപ്പോൾ അത് സെറ്റിൽ ചെയ്യാൻ സർക്കാർ കാണിച്ച അനാസ്ഥയാണ് ഇതിന്ന് ഈ ഒരു തലത്തിലേക്ക് പോയത്. UDF അവർ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക അലവൻസ് അനുവദിക്കണമെന്ന നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് KPC അധ്യക്ഷൻ. എങ്ങനെയാ അതിനെ കാണുന്നത്? അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സമരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം 50 ദിവസത്തോട് അടുത്തപ്പോഴാണല്ലോ അവർ അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ ആശാവർക്കർമാരുടെ വിഷയം യഥാർത്ഥത്തിൽ വെച്ചൂച്ചിറ പഞ്ചായത്ത്, വെച്ചൂച്ചിറയാണ് ആദ്യമേ തുടങ്ങി. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ സമരം ഉണ്ടായതിനു ശേഷം ആശാവർക്കർമാരുടെ വിഷയം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് ജെനുവിനാണെന്ന് മനസ്സിലാക്കുകയും ഞങ്ങളത് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പറഞ്ഞാൽ ഈ സമരത്തിന്റെ ഫലമായി ഈ വിഷയം കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാനോ ശ്രദ്ധയിൽ സമരത്തിന്റെ ഒരു വിജയമായിട്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. കാരണം പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ അല്ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയൊക്കെ മാറുമ്പോൾ പിന്നെ അതിനകത്ത് മാത്രമല്ല റോഷിപാൽ അവരോട് പറയൂ, ആ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒന്നാണോ? കാരണം ബജറ്റിൽ വകയിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി കൂടി വേണമല്ലോ ഈ പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതിനായി. അതിന് ഓരോന്നിനും കൃത്യമായ ഹെഡേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് തദ്ദേശ മന്ത്രി MP രാജേഷ് തന്നെ പറഞ്ഞത് ഈ പ്രഖ്യാപനമൊക്കെ വെറും തട്ടിപ്പാണ് എന്നുള്ളത്. ഈ പ്രഖ്യാപനം നടപ്പാക്കാൻ കഴിയുമോ? ആ പ്രഖ്യാപനം അവരിപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണോ? കോൺഗ്രസും BJPയും ഒക്കെ അവരവരുടെ ബജറ്റിൽ ഇത് ഉൾപ്പെടുത്തി ഇവർക്ക് തരുമെന്ന് കരുതിയിരിക്കുകയാണോ? പക്ഷെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് നേടിയെടുക്കാൻ വേണ്ടി ഇതിനപ്പുറത്തുള്ള ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇതിൽ കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആനുകൂല്യം പ്രഖ്യാപിക്കാൻ നിർദ്ദേശം നൽകി. പല പഞ്ചായത്തുകളും ബജറ്റിലൊക്കെ പണം വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സർക്കാർ ഇതിന് അനുമതി നൽകുമോ എന്ന ഒരു സംശയമുണ്ട്. അങ്ങനെ അനുമതി നൽകാനുള്ള സാധ്യത ഉണ്ടോ?
അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇവരുടെ നിലപാടുകളിലൂടെ ഇവർ കുറച്ചും കൂടെ എക്സ്പോസ്ഡ് ആകുകയാണ്. ഇവർ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? ഇവർ ഈ ശത്രുത കാണിക്കുന്നതും ഈ പ്രതികാര നടപടി എടുക്കുന്നത് ആരോടാണ്? അതല്ലേ ചിന്തിച്ചു നോക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും പ്രബലമായ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ നിൽക്കുന്ന ഒരു ശക്തിയാണോ ഇത്? ആണോ? ഇവർ പറയട്ടെ. ഇവർ തന്നെ കണക്ക് വെക്കുകയാണ്. ഈർക്കിൽ പാർട്ടിയാണ്, ഈർക്കിൽ സംഘടനയാണ്, ഇത്രയും പേരേ ഉള്ളൂ സമരത്തിന്റെ കൂടെ. നമ്മൾ വിചാരിച്ച ഈ സർക്കാരിനെ അട്ടിമറിക്കുക അത്രേ ഉള്ളോ ഈ സർക്കാർ? അല്ല, അത്രയേ ഉള്ളൂ. ഇവർ സ്വയം അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. അവർ പരിശോധിച്ച് നോക്കട്ടെ, ഈ സാധുക്കളായ സ്ത്രീജനങ്ങൾ ഒരു സമരം നടത്തിയാൽ അട്ടിമറിക്കപ്പെടുന്ന സർക്കാരാണോ ഇവിടെ ഉള്ളത്? അപ്പൊ ഇതൊന്നും ഇവിടെ വില പോകത്തില്ല. നമ്മൾക്ക് എന്ത് ത്യാഗം, മുടിമുറിക്കുന്നല്ല, വേറെ ഇനി എന്ത് തരത്തിലുള്ള കൂടുതൽ സമരവുമായി ആശമാർ തുടരുകയാണ്. അതാണ് ഇപ്പോൾ റോഷിപാലുമായി അവർ പങ്കുവച്ചത്. സമരത്തോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ സമരം കടുപ്പിക്കാൻ ഇന്ന് 50-ാം ദിവസം, നിരാഹാര സമരത്തിന്റെ 12-ാം ദിവസം മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ആശാപ്രവർത്തകർ കടക്കുകയാണ്.